മലയാളത്തിൻ്റെ വർത്തമാനം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ സോഷ്യോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ശബ്ദം SNDPയുടെ സമുന്നത നേതാവായ വെള്ളാപ്പള്ളി നടേശനാണ് ഇന്ന് നമ്മുടെ അതിഥി. വർത്തമാനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. പണ്ട് മഹാകവി കുമാരനാശാൻ ശ്രീനാരായണീയരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എത്ര ദൂരം എത്തി? ഗുരുദേവന്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അതിലേക്ക് സംഘടിച്ച് നിൽക്കുന്ന കേരളത്തിലെ ഇപ്പോൾ ഉള്ള ശ്രീനാരായണീയരോട് ചോദിക്കുകയാണ്, എത്ര ദൂരം എത്തി എന്ന് ചോദിച്ചാൽ സാർ എന്തു പറയും? ഏതിൻ്റെ എത്ര ദൂരം എത്തിയെന്നാണ്? ഗുരുദേവന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോകും. ഒട്ടും എത്തിയില്ല. കെട്ടിയെടുത്ത് കഴിഞ്ഞ ഒന്നുകയാണ്. ഗുരുവിൻ്റെ ആദർശങ്ങളും സന്ദേശങ്ങളും ഇന്ന് കടലാസിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ വലിയ സമ്മേളനങ്ങളിൽ വിളിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും മതപണ്ഡിതന്മാരും എല്ലാം ഗുരുവിൻ്റെ ദർശനവും സന്ദേശവും വാചാലമായി പറയുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും പ്രായോഗിക തലത്തിൽ ഇന്ന് ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. പണ്ടത്തേനേക്കാളും ജാതിയും ജാതിയുള്ളതും അതുപോലെ മതവിദ്വേഷങ്ങളും അതുപോലെ തന്നെ ഈ വേർതിരിവുകളും പണ്ടത്തെ പോലെ ഇന്നും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ. പണ്ട് കണ്ടാൽ മനസ്സിലാകും, ഇന്ന് കൊണ്ടാലേ മനസ്സിലാകും എന്നുള്ള ഒറ്റ വ്യത്യാസമുണ്ട്. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളിൽ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഒരു തരത്തിലും ഈ സമൂഹത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? കാരണം സ്വാധീനിക്കാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന SNDP യോഗം അതിൻ്റേതായ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഗുരുവിനെ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഈഴവര് മാത്രമായി മാറി. ഗുരു ഈഴവരിലേക്ക് മാത്രം ഒതുങ്ങിയെന്നുള്ളത് നേടി. ഗുരുവിൻ്റെ ദർശനങ്ങൾ എല്ലാ സമൂഹത്തിനും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതുപോലെ എല്ലാവരും കഴിയണമെന്നാണ്. ജാതിയിലില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ഇതെല്ലാം എല്ലാവരോടും ഗുരു പറഞ്ഞതാണ്. പക്ഷെ ആരും ഉൾക്കൊള്ളുന്നു? അതിപ്പോൾ ഈഴവർ പോലും ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഇന്ന് വർഗീയത വർദ്ധിക്കുന്നു. അതിനെല്ലാം ഉപരി ഏതിനും ജാതിയാണ്. രാഷ്ട്രീയ പാർട്ടി വരെ ഓരോ ജാതിക്കും വേണ്ടി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നു. ലീഗ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ്? കേരള കോൺഗ്രസ് ആർക്ക് വേണ്ടിയിട്ടാണ്? അങ്ങനെ ഓരോന്നും നോക്കിയാൽ ജാതിയും ജാതി വ്യവസ്ഥതയും ജാതി താല്പര്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ജാതി പാർട്ടികൾ വരെ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് പോകുന്നു. മതദ്വേഷം പാടില്ല എന്ന് പറയുന്നു. എന്നാൽ മതദ്വേഷങ്ങൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലല്ല, ലോകത്തിലെമ്പാടും അത് വ്യാപകമായി മതവിദ്വേഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാലഘട്ടമാണത്. പിന്നെ ഗുരുവിൻ്റെ സന്ദേശം, ഗുരു മാത്രമല്ല, നബി എന്താ പറഞ്ഞത്? തന്നെ കൂട്ട് തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ക്രിസ്തുദേവൻ. നബി പറഞ്ഞത് എന്താണ്? താൻ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് അയൽക്കാരൻ അത്താഴം കഴിച്ചിട്ടുണ്ടോ എന്ന് തിരക്കിയിട്ട് താനും അത്താഴം കഴിച്ച് ഇടമുണ്ടാകാവും. തന്നെ കൂട്ട്. അതുപോലെ ഗുരു എന്നാ പറഞ്ഞത്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന അവരുടെ സുഖത്തിനായി കൂടി വരണമെന്നാണ്. അപ്പം ഈ എല്ലാ മഹാത്മാക്കളും പറഞ്ഞതിൻ്റെ സാരം ഒന്നാണ്. പക്ഷേ ആ മഹത്വം മനസ്സിലാക്കി പെരുമാറാൻ ഇന്ന് ആ സമുദായത്തിൽ അല്ലെങ്കിൽ ആ മതത്തിലോ ഇല്ല, അനുയായികൾ തയ്യാറാകുന്നില്ല. ഓരോരുത്തരും അവരുടേതായ തുരുത്തുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവ് തെക്കൻ കേരളത്തിൽ ഒരു വളരെ സമുന്നതനും അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ശ്രദ്ധിക്കുന്നതുമാണ്. എന്തുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ സാറിനെ പോലെ ഒരാൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയാത്തത്? പല കാരണങ്ങളുണ്ട്.
വടക്ക് മലബാർ സൈഡിൽ ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു. ഇവിടെ രാജവാഴ്ചയായിരുന്നു. ഈ അയിത്തവും വേർതിരിവും എല്ലാം വടക്ക് തെക്കുള്ളതുപോലെ ഇല്ലായിരുന്നു. അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണമാണല്ലോ വടക്ക്. മലബാർ അയിത്തത്തിൻ്റെയും അനാചാരത്തിൻ്റെയും അതിൻ്റേതായ വേർതിരിവും അതിൻ്റെ ദുരിതവും ദുഃഖവും വേദനയും വടക്ക് വേണ്ടപ്പോൾ അനുഭവിച്ചിട്ടില്ല. തെക്കനാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. ഇവിടെ അനുഭവിക്കാൻ കാരണം രാജവാഴ്ചയായിരുന്നു. ഇവിടെ അതായത് ഇത് കൊച്ചിയിൽ, പക്ഷെ അവിടെ രാജവാഴ്ചയല്ല, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ അവർക്ക് ഈ വിവേചനത്തിൻ്റെതായ ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ പ്രസ്ഥാനം അവിടെ വേണ്ടത്ര വളർന്നിട്ടില്ല. സംവരണം വേണ്ടെന്ന് പറഞ്ഞ് തീരായിരുന്നു ഇവിടെ ഉള്ളത്. ഞങ്ങളത്ര ചെറിയ ആളുകളല്ല, ഞങ്ങൾ വലിയ ആളുകളാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളിവിടെ സംവരണം വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ തെക്കുള്ള പലരും അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് സംവരണം വേണ്ടെന്ന് അവർ പറയേണ്ടി വന്നു. കാരണം അവർക്ക് സുഭിക്ഷമാണ്. മാത്രമല്ല പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ വളർച്ച അവിടെ വന്നവിടെ. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് അവിടെ വേറെ ഒന്നി പ്രവർത്തിക്കാനുള്ള സൗകര്യം കിട്ടാതെ പോയി. എല്ലാം കൊണ്ടാണ്. എന്നാൽ ഗുരുഭക്തരുടെ ഇഷ്ടം പോലെ അവിടെ, പക്ഷെ പ്രസ്ഥാനത്തിന് വളർത്തി ഉയർത്തിയെടുക്കാൻ സാധിക്കാതെ പോയി. പുതിയ സ്ഥാപിച്ച സ്ഥാപനങ്ങളുണ്ട്. ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കോടിക്കണക്കിന് വിലയില്ല ഗുരുവിൻ്റെ പ്രതിമ ഇറ്റലി ചെയ്തുകൊണ്ട് സ്ഥാപിച്ച മലബാറിലാണ്. അപ്പോൾ ഗുരുഭക്തർ ഇല്ലെങ്കിൽ അവിടെ ചെയ്യല്ല ഒന്നും. അതൊക്കെ മുഴുവൻ സ്വർണ്ണമാണ്. ആ സ്വർണം കൊണ്ട് ചെയ്താലിപ്പോൾ എത്ര ലക്ഷായിരം കോടി രൂപ വില മതിപ്പുണ്ട് ആ പ്രതിമയ്ക്ക്. ഇന്ന് അത് ആരെ കൊണ്ട് സാധിക്കും? സമുദായ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാടെടുക്കുന്ന അങ്ങ് ജാതി സെൻസസിനെ എതിർത്തു. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി വളരെ ശക്തമായി ജാതി സെൻസസ് വേണം എന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ അത് നരേന്ദ്രമോദി ഗവൺമെൻറ് അംഗീകരിക്കുകയും ചെയ്തു. ഈ എന്തുകൊണ്ടാണ് അങ്ങേക്ക് തോന്നുന്നത് അതൊരു ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ അതിന് വേണ്ട വിധം ഫലപ്രദമാവില്ല എന്ന് അങ്ങേക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ കേരളത്തിലെ ഒരു സ്ഥിതിഗതിയിൽ ഈഴവ സമുദായത്തിന് അങ്ങനെ ഒരു ജാതി സെൻസസ് ദോഷകരമായി ബാധിക്കുമോ? ഇല്ല, ജാതി സെൻസസ് എടുക്കുന്നതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല. പണ്ട് എടുത്തിട്ടുള്ളതാണല്ലോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് ജാതി സെൻസസ് ഇവിടെ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ജാതി സെൻസസ് എടുത്ത് ഓരോ സമുദായത്തിൻ്റെയും എണ്ണം എത്രയെന്ന് കണക്കാക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അതിപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചു. അന്ന് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ജാതി സെൻസസിന് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് BJP ഗവൺമെൻറ് അത്ര അനുകൂലമായിരുന്നില്ല. ജാതി സെൻസസ് എടുക്കുമ്പോൾ ഇവിടുത്തെ സാമൂഹ്യ സ്ഥിതി ഓരോ സമുദായത്തിൻ്റെ ജാതി സെൻസസ് മാത്രം എടുത്താൽ പോരാ, സാമൂഹ്യ സാമ്പത്തിക സർവേ കൂടെ എടുക്കണം കൂട്ടത്തിൽ. എന്നാലേ അത് ശരിയാവുള്ളൂ. ജാതി സെൻസസ് എടുത്ത് ഈഴവൻ എത്രയുണ്ട്, നായർ എത്രയുണ്ട്, ക്രിസ്ത്യാനി എത്രയുണ്ട്, മുസ്ലിം എത്രയുണ്ടെന്ന് അങ്ങനെ ഒരു കണക്കെടുത്തിട്ട് കൊണ്ട് മാത്രമല്ല, ആ വിഭാഗങ്ങളുടെ ഓരോ വിഭാഗങ്ങളുടെയും സാമൂഹ്യ സാമ്പത്തിക സർവേ കൂടെ വേണം. എന്നാലേ യഥാർത്ഥ ഈ സർവേയുടെ ഗുണങ്ങളും പ്രയോജനം ഉണ്ടാകുന്നു. സാറിൻ്റെ സമയത്ത് തന്നെ NSSുമായിട്ട് മുദ്രപത്രത്തിൽ ഒപ്പുവെച്ച് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉടമ്പടി പോലെ ഉണ്ടാക്കിയിരുന്നു. സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ധാരണ, ഉടമ്പടി എന്ന് വേണേ പറയാം. അതിന് എന്ത് സംഭവിച്ചു സാറേ? അതിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് വഴിക്ക് വെച്ച് അത് ആ ഉടമ്പടി എന്ന് പറയാൻ ഞങ്ങളൊരു ധാരണയിൽ ഒരുപക്ഷെ ഉടമ്പടി തന്നെ പറയാം, ധാരണ ഞങ്ങൾ എഗ്രിമെന്റ് പോലെ വെച്ചിരുന്നു. അതിനിടയ്ക്ക് വെച്ച് എന്തോ അതിന് പോയി. അത് ഞങ്ങളുടെ ധാരണയും തീരുമാനങ്ങളും നായാടി തൊട്ട് നമ്പൂതിരി വരെയുള്ളവരുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നാണ് SNDP യോഗത്തിൻ്റെ തീരുമാനം. പക്ഷേ NSSുമായിട്ട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ആദ്യം ഈഴവനും നായരും തമ്മിലുള്ള ഐക്യം മതി, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുമായിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടാകാൻ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പം നായർ ഈഴവ ഐക്യത്തിലാണ് പിന്നെ പോയത്.
ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങളുടെ ആശയവും സന്ധിപ്പ് യോഗത്തിൻ്റെ നയവും നായാട് തൊട്ട് നമ്പൂതിരി വരെയുള്ള ഐക്യമാണ്. പക്ഷേ ആ ഐക്യം നടന്നില്ല. NSS നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം അതവിടെ വരട്ടെ, ഇപ്പോൾ നമുക്ക് പ്രബല സമുദായമായ നായരും ഇഴവരും തമ്മിൽ ഒന്നിച്ചു പോകാം എന്ന നായർ നേതൃത്വത്തിൻ്റെ ആവശ്യവും നിർബന്ധത്തിനും ഞങ്ങൾ കീഴ്വഴങ്ങി. അത് കുറേ എല്ലാം മുമ്പോട്ട് പോയെങ്കിലും അത് പിന്നെ ഇടയ്ക്ക് വെച്ച് പൊലിഞ്ഞു പോയി. എന്താണ് കാരണമെന്ന് എന്നോട് ചോദിച്ചതിനേക്കാൾ നല്ലത് ചങ്ങനാശ്ശേരിച്ചെന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. സാർ ഒരു രാഷ്ട്രീയക്കാരനല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ സാറ് പറയുന്ന ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഒരു ഈ BJP എമർജ് ചെയ്തതിൽ പിന്നെ BJPയെ സാർ ഒരു തരത്തിലും മുഷിപ്പിക്കാത്തത് ചില കേസുകൾ കാരണമാണെന്ന് ചിലർ പറയുന്നുണ്ട്. അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? അത് ഓരോരുത്തർ എന്നാ കേസ്, BJP നല്ല കാര്യമുണ്ട് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പൊ ഇന്ത്യ നരേന്ദ്രമോദിയല്ലേ ഭരിക്കുന്നത്. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കട്ടെ നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കേരളം പിണറായി വിജയൻ ഭരിക്കട്ടെ അതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാൻ സാധിക്കില്ല. കോൺഗ്രസ് ആണെങ്കിൽ അഖിലേന്ത്യാ ലെവലിൽ പല ലക്ഷണങ്ങളായി കിടക്കുന്നു, അവർക്കൊന്നും സാധിക്കുന്നില്ല. ഇപ്പം നരേന്ദ്രമോദി തീരെ മോശക്കാരനാണെന്ന് പറയാനൊക്കെ രണ്ടിട്ടേ ഭരിച്ചില്ലേ ഇപ്പോൾ. അപ്പോൾ അതേ ഒരുപാട് വലിയ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നല്ലത് ആര് ചെയ്താലും നല്ലതെന്ന് പറയുക എന്നുള്ളതല്ലാതെ അതുമായിട്ട് കൂട്ടിക്കെട്ടി കേസും മറ്റു പലതും പറഞ്ഞ് കൂട്ടിക്കെട്ടുന്നതിനകത്ത് അത് ചില ദുഷ്ടൈക ദീർഘകളുടെ ചിന്തകളും ഭാവനകളുമാണ്. CPMന്റെ ഒരു പ്രധാന വോട്ട് എന്ന് പറയുന്നത് ഈഴവ വോട്ടുകളാണ്. പല കാര്യങ്ങളിലും CPMന്റെയും ഇപ്പം SNDP പോലെയുള്ള സംഘടനകളുടെയും ഈവൻ ഈഴവ സമുദായത്തിന്റെ പല സംഘടനകളുടെ ആശയങ്ങളും ഒരുപോലെയാണ്. അതേസമയം ഇപ്പോൾ CPMൽ നിന്ന് കൂടുതൽ പോകുന്ന ഒരു വോട്ടുകൾ കൂടുതൽ ഈഴവരുടെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ SNDP പോലെയുള്ള ഒരു സംഘടനയ്ക്കും BJPയുമായിട്ട് ആശയപരമായിട്ട് പൊരുത്തപ്പെടാനാവുമോ? BJP ആയിട്ട് ആശയപരമായി SNDPക്ക് പൊരുത്തപ്പെടാനൊക്കെ വന്നോ? ഏത് കാര്യത്തിനാണ്? യോജിക്കാവുന്ന മേഖലയിലെ യോജിക്കാം, വിയോജിപ്പുള്ള മേഖലയിൽ വിയോജിച്ചു വയ്ക്കാം. ഇപ്പം സംവരണ കാര്യം വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് എങ്ങനെ യോജിക്കാനൊക്കെ? അവർ സാമ്പത്തിക സംവരണമാണ്. അപ്പോൾ എല്ലാ പാർട്ടിയിലും അവരുടെ ആശയപരമായി പറയുമ്പോൾ യോജിപ്പും വിയോജിപ്പും ഞങ്ങൾക്കുണ്ട്. യോജിക്കാവുന്ന മേഖലയിൽ യോജിക്കുക, വിയോജിക്കാവുന്ന മേഖലയിൽ വിയോജിച്ചുകൊണ്ട് നിൽക്കുക, അതല്ലേ ശരി. ഓക്കെ. ഏത് പാർട്ടി ഭരിച്ചപ്പോഴാണ് സാറേ ഈഴവ സമുദായത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് കേരളത്തില്? ഇടതുപക്ഷം. ഇവിടെ 10 സെന്റ് വധം ഭൂനയ വന്നത് ആരുടെ കാലത്താണ്? ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്തല്ലേ ഇവിടെ ഭൂനയ വന്നത്. അങ്ങനെ ജന്മിത്വം ഇല്ലാതാക്കി പാട്ടം വാരം ഇതെല്ലാം ഇല്ലാതാക്കി ആ കൈവശ ഭൂമികളെല്ലാം തന്നെ ആ കൈവശം ഇരിക്കുന്ന പാട്ടക്കാർക്കും വാരക്കാർക്കും സ്ഥിരാവകാശം കൊടുക്കാനുള്ള ബില്ല് ദേവിജയമ്മ കൊണ്ടുവന്ന് പാസ്സാക്കി. ഇവിടുത്തെ പാവപ്പെട്ടവരായ ഈഴവർ ഒരുപാട് പേരുടെ കുടികിടപ്പുകാരായിരുന്നില്ലേ, പാട്ടക്കാരായിരുന്നില്ലേ, വാരക്കാരായിരുന്നില്ലേ, അവർക്കെല്ലാം പ്രയോജനം കിട്ടിയത് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരണത്തിൽ വന്ന കാലത്താണ്. ഈഴവ സമുദായത്തിന് ഈ ഭരണകർത്താക്കളിൽ നിന്ന് ലഭിക്കേണ്ട അല്ലെങ്കിൽ അവർ ഒരു പ്രധാന സപ്പോർട്ട് ബേസ് ആയിട്ട് പോലും അതിന് തക്ക ഒരു പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം ഈഴവരുടെ വോട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ ഒരുപാട് വോട്ട് ഇടതുപക്ഷം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും ഈ പിന്നോക്ക അധസ്ഥ വർഗത്തിൽ ഇപ്പം കിട്ടുന്നില്ല. കാരണം ഇന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മറ്റൊരു രീതിയിലേക്ക് മാറി. മുമ്പ് ആദർശ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ കോൺഗ്രസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആദർശത്തിൻ്റെ പുറത്ത് നിൽക്കുമായിരുന്നു. അന്ന് എല്ലാം പെട്ടിയാണ്, കോൺഗ്രസിൻ്റെ പെട്ടി, കളപ്പെട്ടി, ഒരു പെട്ടി, പെട്ടിയിൽ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ വന്ന് ജാതിക്ക് വോട്ട് ചെയ്യുന്ന നിലയിലേക്ക് മാറിയില്ലേ.
ഓരോ ജാതിക്കും ഓരോ വ്യക്തിയായില്ലേ ഇപ്പോൾ? ഓരോ ജാതി ഓരോ പാർട്ടി ഉണ്ടാക്കില്ലേ? NDP ഉണ്ടാക്കി, SRP ഉണ്ടാക്കി, അതുപോലെ ലീഗ് ഉണ്ടാക്കി, കേരള കോൺഗ്രസ് ഉണ്ടാക്കി. ഇതെല്ലാം ഒരു സമുദായത്തിൻ്റെ എല്ലാം പിൻബലത്തിലുണ്ടായതല്ലാതെ ഒരു ആദർശ രാഷ്ട്രീയത്തിൻ്റെ പേരിലുണ്ടായത് അല്ലല്ലോ ഇതെല്ലാം. അങ്ങനെ ഇവിടെ ആദർശ രാഷ്ട്രീയം മരിച്ചുപോയി. ഇവിടെ എല്ലാം മതശക്തികളും ഇന്ന് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തു. ഇപ്പം ജനാധിപത്യം ഇവിടെ മരിച്ചുപോയി. ആദർശ രാഷ്ട്രീയമേ ഇവിടെ ഇല്ല. അവസരവാദ രാഷ്ട്രീയമായി മാറി. വോട്ട് ബാങ്കുകളായി നിൽക്കുന്നവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർക്കേറെ അവകാശം കൊടുത്തില്ലെങ്കിൽ വോട്ട് കിട്ടില്ല എന്നുള്ളത് വന്നപ്പോൾ വോട്ട് ബാങ്കായി നിൽക്കുന്ന വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഇവിടുത്തെ ദേശീയ രാഷ്ട്രീയ കക്ഷികൾ പോലും അവരുടെ മുമ്പിൽ സറണ്ടർ ചെയ്യേണ്ട അവസ്ഥാവിശേഷം വന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? ഈ അടിസ്ഥാന വർഗത്തിൻ്റെ അവർക്ക് കിട്ടേണ്ട പരിഗണനയും പരിരക്ഷയും പല പാർട്ടിക്കും തരാനൊക്കുന്നില്ല. സ്ഥാനാർത്ഥിത്വം പോലും കിട്ടുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. SNDP യോഗ നേതൃത്വത്തിൽ സാർ 30 വർഷമായി, ഇപ്പോൾ 30ാമത്തെ വർഷം ആഘോഷിക്കുകയുമാണ്. സാർ എപ്പോഴും തന്നെ ഈ കമ്മ്യൂണിറ്റിയോട് പല ഭരണകക്ഷികളും നടത്തുന്ന അവഗണനയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ സാറിന്റെ 30 വർഷത്തെ കാലത്തിൽ എന്താണ് സാറിന് ചെയ്യാൻ പറ്റിയത്? ചിലർ പറയുന്നു സാർ ഈ അവഗണനയെ പറ്റി പറയുന്നത് സാറിന് തന്നെ 30 വർഷം ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിക്കുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് സാറിന് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്നെ കൊണ്ട് ചെയ്യാൻ എന്തെല്ലാം ഒരു സാമ്പത്തിക വിപ്ലവം വരെ വരുത്തില്ല ഇവിടെ. മൈക്രോ ഫൈനാൻസ് തന്നെ. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക്, ഇഴവർക്ക്, സ്ത്രീകൾക്ക് വട്ടിപ്പലിശക്കാരെ ആശ്രയിച്ചല്ലേ വിൽക്കേണ്ടിരുന്നത്. ആ തമിഴ്നാട്ടിൽ നിന്നെല്ലാം വരുന്ന കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം വാങ്ങിച്ചിരുന്ന ആ കൊള്ളപ്പലിശക്കാരെല്ലാം എവിടെ പോയി? അതെങ്ങനെ ഒരു സാമ്പത്തിക വിപ്ലവം ഞാൻ അവിടെ വരുത്തില്ല. എത്രയോ 1000 കോടി രൂപ ഞാൻ സ്ത്രീകൾക്ക് കൊടുത്തു. ഇതാര് കൊടുത്തിട്ടുണ്ട്? എൻ്റെ പൂർവികരൊക്കെ ഇവിടെ ഒരുപാട് പേര് ഭരിച്ചിട്ടുണ്ട്. ഇവരൊരു കല്ല് മനസ്സിന് പോലെങ്കിലും ഈ സമുദായത്തിന് ഒരു കാർക്കും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ വലിയൊരു സാമ്പത്തിക വിപ്ലവം അത് തന്നെ വലിയ കാര്യമല്ലേ? അതൊക്കെ മുമ്പെല്ലാം പ്രസംഗമല്ലേ ഉള്ളത്. എക്കണോമിക് എംപവർമെന്റ് എന്ന് പറയുന്നത് അതല്ലേ പ്രധാനം. സാമ്പത്തികമായി ഉയരുമ്പോൾ അതനുസരിച്ച് വിദ്യാഭ്യാസപരമായി ഉയരും, സാംസ്കാരികമായി ഉയരും. അങ്ങനെ എല്ലാ ഉയർച്ചയുടെയും അടിസ്ഥാനം സമ്പത്താണ്. ആ സമ്പത്ത് സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തിയ ശ്രമങ്ങൾ 100% ഞാൻ വിജയിച്ചില്ലേ. അതിനുശേഷമല്ലേ ഇപ്പോൾ കുടുംബശ്രീയാണെങ്കിലും, കുടുംബശ്രീ പണ്ടെത്ര ഇങ്ങനെ പറയണത് 2, അതായത് 24% മേടിച്ചോണ്ടിരുന്നത്. ആ കുടുംബശ്രീയൊക്കെ താന്നു പോയില്ലേ പലിശ മേടിക്കണത്. ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങിയത് പിന്നെയാണ്. അതുപോലെ ഇവിടെ ഗാന്ധി സ്മാരകക്കാരും കൊടുക്കുന്നത് 24%. ഇതെല്ലാം മാറി പെർസെൻറ്റേജ് താന്ന് ഇപ്പോൾ 4% വരെ ഞാൻ കൊടുക്കുന്നു. 4% വരെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ സാമ്പത്തിക വിപ്ലവം ഇവിടെ സൃഷ്ടിക്കാൻ സാധിച്ചില്ലേ? അത് ചെറിയ കാര്യമായിട്ട് പറയാൻ സാധിക്കുമോ? അത് തന്നെ മാത്രം എടുത്താൽ മതി. ബാക്കി അതിന് മുമ്പിരുന്ന ഒരുപാട് ഭരണക്കാർ ഇവിടെ ഇരുന്ന് പോയിട്ടുണ്ട്. ഇവരാരെങ്കിലും അവിടെ ഈ സമുദായ പ്രവർത്തനത്തിനുള്ളിൽ ഒരു കല്ല് പരിസരെങ്കിലും മേടിച്ചു കൊടുക്കുക. സമുദായത്തെ സംതരിക്കാൻ ഇവരെന്ത് ചെയ്തു പറ. ഞാൻ അകത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സമുദായം സാമ്പത്തികമായി തകർച്ചയിലാണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന്. അവർ ഉയർത്തണമെങ്കിൽ സർക്കാരിനെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. സ്വയം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനുള്ള കർമ്മം ചെയ്തതിൽ ഞാൻ 100% വിജയിച്ചില്ലേ? അത് മാത്രം മതിയല്ലോ. പിന്നെ കുറ്റം ഏതിനും പറയുന്ന ആളുകളാണ് ഞങ്ങളുടെ കൂട്ടര്. കുമാരനാശാനെ പോലും കള്ളാന്ന് പറഞ്ഞവരല്ലേ. അപ്പോൾ ഈ ഞങ്ങളുടെ സമുദായത്തിൽ ആരെയും കള്ളാന്നും അതുപോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ചരിത്രമില്ല. ശങ്കർ ആരാജ്യത്തെ പറഞ്ഞത് ഒരു നായരോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ല, സ്വന്തം സമുദായത്തെ പറ്റത്. MK രാഘവനെ നശിപ്പിച്ച കാര്യം ഇതൊന്നുമില്ലായിരുന്ന കാലത്ത് ഗുരുവിൻ്റെ നാമധേയത്തിൽ ഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തി സ്മാരക ബിൽഡിംഗ് തിരുവനന്തപുരത്ത് പണിതപ്പോൾ അതിൻ്റെ താഴെ 8 ഏക്കറും ഒട്ടിച്ചെന്നും പറഞ്ഞ ആരാണ്? സ്വന്തം ജാതിയിൽപ്പെട്ടവരാണ്, കുമാരനാശാന്.
അതാണ് രാമവൃക്ഷത്തിൽ കുയിലെഴുതി ദുഃഖം. അന്ന് അതാണ് കുമാരനാശാൻ പറഞ്ഞ് SNDP യോഗത്തിൽ പ്രവർത്തിക്കാൻ വന്നാൽ ദുഃഖമല്ലാതെ ഒന്നും ഉണ്ടാകരുതെന്ന്. ആര് വന്നാലും അത് എനിക്കറിയാവുന്നതുകൊണ്ട്. അതുകൊണ്ട് രാമവൃക്ഷത്തിൽ കുയിൽ വായിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് പൂമാല കിട്ടി പോകില്ല ഒരിക്കലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മറ്റേത് സമുദായത്തിലാണെങ്കിലും നന്മ ചെയ്താൽ നന്മ പറഞ്ഞ് അവരെ പൂമാലയിട്ട് പൂജിച്ച് ദൈവമാക്കി വരെ കൊണ്ടുപോയിട്ടുണ്ട്. SNDP യോഗത്തിൽ പ്രവർത്തിക്കാൻ വന്ന ആരെങ്കിലും പൂമാല ഇട്ട് കൊടുത്തോ നല്ലത് പറഞ്ഞോ പറഞ്ഞയച്ച് ഒരാളെ നീക്ക് പറയാൻ സാധിക്കുമോ? ചെയ്യില്ല. അതാണ് ഈ സമുദായം. അതറിഞ്ഞുകൊണ്ട് വന്നതുകൊണ്ടാണ് എനിക്ക് ബാക്കി എല്ലാവർക്കും ദുഃഖം ഉണ്ടായിട്ടുണ്ട്, ചീത്ത കേട്ടിട്ട്. എനിക്കൊരു ദുഃഖമില്ല. എൻ്റെ അന്ത്യത്തെ പറ്റി എനിക്കറിയാമല്ല. രാമവൃക്ഷത്തെ കുയിലിലെ കുമാരനാശാൻ്റെ അന്ത്യം എന്തായിരുന്നെന്ന് എനിക്കറിയാം. ആ കുമാരനാശാൻ രാജിവെച്ചില്ല ഇടക്ക്. പിന്നെയും രണ്ടാമത് വന്നിട്ടല്ലേ 2 പ്രാവശ്യമായിട്ടല്ലേ 15 കൊല്ലം ഇരുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടാലും എനിക്ക് മറ്റു മോഹങ്ങളൊന്നുമില്ല. മറ്റു പല രാഷ്ട്രീയക്കാരിൽ അവർക്ക് ഈ കസേരയിൽ നിന്ന് വേറൊരു കസേരയിലേക്ക് പോകണമായിരുന്നു. എനിക്ക് ഈ കസേരയിൽ തന്നെ ഇരുന്നാൽ മതി. ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കർമ്മങ്ങളും സമുദായത്തിന് വേണ്ടിയിട്ട്. മറ്റുള്ള സമുദായങ്ങൾ ഒരു ഉദ്ദേശമില്ല, അവരുടെ അവകാശങ്ങൾ പിടിച്ചു പറിക്കണമെന്നുമില്ല. ഈ സമുദായത്തെ സമുദ്ധരിക്കാൻ എന്തെല്ലാം കർമ്മങ്ങളും ധർമ്മങ്ങളും ചെയ്യാനൊക്കുമോ അത് ഞാൻ ചെയ്യും. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ശരിയുണ്ടെന്ന് തോന്നിയതുകൊണ്ടല്ലേ 30 കൊല്ലമായിട്ട് എനിക്ക് ഭരിക്കാനൊക്കുന്നുള്ളൂ. ഒരു പ്രതിപക്ഷത്തിനോട് ഉണ്ടാക്കാൻ ഒക്കുന്നുണ്ടോ? പത്രത്തിലും ചാനലിലും പറയണതല്ലാതെ ജനകീയ കോടതിയിൽ ആരെങ്കിലും വരുന്നുണ്ടോ? കോടതി കയറുന്നുണ്ട്. ജനകീയ കോടതിയിൽ എന്താണ് വരാൻ ധൈര്യമില്ലാത്തത്? ഇവിടെ ഇത്രയും യൂണിയനുണ്ട്, ശാഖയുണ്ട്, 1000 മേൽ ശാഖയുണ്ട്. വേണ്ട, കേരളത്തിൽ ഒരു 50 ശാഖയെങ്കിലും ഇവർക്ക് അങ്ങനെ വിളിക്കുന്നുണ്ട്. ഇവർക്ക് അനുകൂലമായി പറയിപ്പിക്കാൻ സാധിക്കും. 10 യൂണിയനെങ്കിലും പറയിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഞാൻ എപ്പോഴും ഏത് പ്രവർത്തനം വിളിച്ചാലും അവരോടൊപ്പം സഞ്ചരിക്കുകയും വിളിക്കുന്നത് ചെല്ലുകയും എന്നെക്കൊണ്ട് ചെയ്യാനൊക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസംഗം മാത്രമല്ല. സാറേ, ജാതി ചിന്തിക്കണം, ജാതി ചോദിക്കണം, ജാതി പറയണം, രാഷ്ട്രീയപരമായിട്ട് സംഘടിക്കണം. ഇതൊക്കെ സാറ് കുറേ നാളായി പറയുന്നു. ഞാൻ കുറേ നാൾ മുമ്പ് സാറ് നടത്തിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഈ കമ്മ്യൂണിറ്റി പൊളിറ്റിക്കലി ഒരു സംഘടിതമായിട്ടില്ല. അതെന്തുകൊണ്ടാണ് സാർ? അത് ശ്രമിച്ചേ ഇല്ലേ 30 വർഷമായിട്ട്? അങ്ങനെ ഒരു പൊളിറ്റിക്കലുമായിട്ട് ഇവർ ഓർഗനൈസ്ഡ് ആവുകയാണെങ്കിൽ അതിന് വേറൊരു തരം പവർ ഉണ്ടല്ലോ. സാറ് പറഞ്ഞ് ശരിയാണ്, ഇക്കണോമിക്കലി സാർ എംപവർ ചെയ്തു. ഈ സോഷ്യലി എംപവർമെന്റിനും ബാക്കിയുള്ള അവരുടെ ആകെയുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റിന് ഒരു പൊളിറ്റിക്കൽ പവർ നമ്മളെപ്പോലെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. എന്തുകൊണ്ടാണത് സാറ് നോക്കാഞ്ഞിട്ടാണോ അതോ നോക്കിയിട്ട് പറ്റാഞ്ഞിട്ടാണോ? അതല്ല, ഞങ്ങൾ SNDP യോഗത്തിനകത്ത് എല്ലാ പൊളിറ്റിക്സിൽപ്പെട്ട ആളുകളുണ്ട്. ഇവരെല്ലാം ഒരു കൊടക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലായിട്ട് ഇവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി അതിലൂടെ നയിച്ചുകൊണ്ട് പോകാൻ എളുപ്പമല്ല. അത് പരാജയപ്പെട്ടില്ലേ? SRP ഉണ്ടാക്കിയില്ലേ? പരാജയപ്പെട്ടില്ലേ? അങ്ങനെ പലതും നോക്കിയെല്ലാം പരാജയപ്പെട്ടില്ലേ? മറ്റു സമുദായത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സമുദായം. ഈ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം വളരെ കൂടുതൽ ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ ക്ഷിപ്രകോപികളോ ക്ഷിപ്രപ്രസാദികളുമാണ്. അതോടൊപ്പം തന്നെ അവർ ചിന്തിക്കുമ്പോൾ എന്തിനാ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി, അവർ ജനിച്ചതും വളർന്നതും കേട്ടതുമായ ഒരു പാർട്ടിയുണ്ട്, ആ പാർട്ടിയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് സമുദായത്തിൻ്റെ പാർട്ടി എന്ന് ചിന്തിക്കും. മറ്റുള്ളവർ അങ്ങനെയല്ല. അവർ വിചാരിക്കുന്നത് മാത്രമല്ല, ഇതിനൊരു വലിയൊരു വ്യത്യാസമുള്ളത്, ഒരു ആത്മീയ നേതൃത്വം ഞങ്ങൾക്കുണ്ടോ? അപ്പോൾ ഞങ്ങൾക്ക് ആത്മീയ നേതൃത്വം ആരാണുള്ളത്? കേരള കോൺഗ്രസിന് ആത്മീയ നേതൃത്വമുണ്ട്, ബിഷപ്പുമാരുണ്ട്. അവർ പറഞ്ഞ കേൾക്കും അനുയായികൾ. അവർ വളരുന്തോറും വളരുകയും എത്ര വന്നാലും അവരുടെ ബേസ് എല്ലാ ക്രിസ്ത്യൻസും അവരെ ഉപദേശിക്കാൻ, നല്ലപോലെ ഉപദേശിച്ചു കൊടുക്കാൻ ബിഷപ്പുമാരുണ്ട്. അവർ വളരെ സ്കോളേഴ്സാണ്, വളരെ പഠിച്ച പണ്ഡിതന്മാരാണ് അവർ. അവർ പറഞ്ഞത് കേൾക്കാൻ ഇവർ തയ്യാറാകുകയും ചെയ്യും. നേരെ മുസ്ലിങ്ങളെടുത്ത് നോക്കുക, അവർക്കും ആത്മീയ
നേതാക്കന്മാരുണ്ട്, പണക്കാടെന്ന് പറഞ്ഞു. പാണക്കാട് പാണക്കാട്. ഈ പണക്കാട് പറഞ്ഞാൽ അതാണ് അവരുടെ അവസാന വാക്യം. അങ്ങനെ അവരുടെ ഈ രണ്ട് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആ രണ്ട് സമുദായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അനുസരിപ്പിക്കാൻ കഴിവുള്ള നേതൃത്വം, ആത്മീയ നേതൃത്വമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് എവിടെ ആത്മീയ നേതൃത്വം? ഗുരുദേവൻ ഞങ്ങൾ ആത്മീയ നേതൃത്വം പറയാം. ആത്മീയ നേതൃത്വമല്ല, ഗുരുവൻ സാക്ഷാൽ പരബ്രഹ്മമാണ്, ദൈവമാണ് ഞങ്ങൾക്ക്. അപ്പം ആ ദൈവം, കണ്ട ദൈവം ദർശനങ്ങളും സന്ദേശവും നടത്തി ഇന്ന് ഭൂമിയിലില്ല. മറ്റുള്ളവർ ഭൂമിയിൽ നിന്നുകൊണ്ട് ഉപദേശിക്കുവാനുള്ള ആത്മീയ നേതൃത്വമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഭൂമിയിൽ നിന്ന് ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞ് നേതൃത്വം നൽകി നല്ല നിലയിൽ നയിച്ചുകൊണ്ട് പോകാനുള്ള ആളാര്? ഓരോരുത്തരും ഓരോ തുരുത്താണ്. ഓരോരുത്തരും ഓരോ തുരുത്തായി മാറുമ്പോൾ ഇവരെ എല്ലാം ഒരു തുരുത്താക്കി നിർത്തിക്കൊണ്ടുപോകാനൊക്കുന്ന ന്യൂനപക്ഷങ്ങളിലുള്ള ആത്മീയ നേതൃത്വം, ജീവിച്ചിരിക്കുന്ന ആത്മീയ നേതൃത്വങ്ങൾ ഒന്നും ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ആത്മീയ നേതൃത്വം ആരും തന്നെ ഇല്ല. അതാണ് പ്രധാന കാരണം തന്നെ. ശിവഗിരിയുണ്ട്, അവര് ആത്മീയ നേതൃത്വമല്ല. ഞങ്ങള് ഗുരുപരമ്പരയിൽപ്പെട്ട സന്യാസിമാർ മാത്രമാണ് അവർക്ക് ആത്മീയ നേതൃത്വം വഹിക്കാൻ പറ്റില്ലേ? അവരൊരിക്കലും ഇതുപോലുള്ള പൊളിറ്റിക്സിലൊന്നും ഇടപെടാറില്ലല്ലോ. അവർ ഗുരുവിന്റെ ദർശനം പറഞ്ഞ് ശിവഗിരിയിൽ നിൽക്കല്ലേ. അതേസമയം ഇപ്പുറം അങ്ങനെയല്ലല്ലോ. ക്രിസ്ത്യാനികളുടെ പൊതുവായ പ്രശ്നം പറഞ്ഞാൽ ബിഷപ്പുമാരിടപെടും, മുസ്ലിങ്ങളുടെ പ്രശ്നം പറഞ്ഞാൽ പണക്കാട്ട് ഇടപെടും. അതുപോലെ ഇടപെടാൻ ശിവഗിരിയിലെ സന്യാസിമാർക്ക് സാധിക്കുമോ? അവർ ആത്മീയ നേതൃത്വമില്ല, അവർ ഗുരുവിന്റെ പരമ്പരയിലെ സന്യാസികൾ മാത്രമാണ്. ഞങ്ങളുടെ ആത്മീയ മുഴുവൻ ഞങ്ങളുടെ ദൈവമാരാണ്, സാക്ഷാൽ പരബ്രഹ്മമായ ഗുരുദേവനാണ്. ഗുരുദേവൻ ഞങ്ങളുടെ ആത്മീയ നേതാവാണ്, വലിയ ആത്മീയ ഗുരുവാണെങ്കിൽ പോലും ഗുരു ജീവിച്ചിരിക്കില്ലല്ലോ. സാറേ, അപ്പം സാറ് മറ്റേ ഈ ഇക്കണോമിക് എംപവർമെന്റിനെ പറ്റി പറയല്ലോ, സാമ്പത്തികമായ കമ്മ്യൂണിറ്റിയെ വരും. പക്ഷെ അങ്ങനെ ഒരാളായിട്ട് സ്വാഭാവികമായിട്ടും സാറ് പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് അത് ജീവിത മാർഗവുമായി തീർന്നു, അവരെ സഹായിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും അതിനെ ഒരു രാഷ്ട്രീയ ഒരു ശക്തിയാക്കി മാറ്റാൻ പറ്റാത്തതിൽ സാർ അതൊരു ഫെയിലിയർ ആയിട്ട് സാർ കാണുന്നുണ്ടോ? അവരെല്ലാം രാഷ്ട്രീയ ശക്തിയാക്കിയാണ് ഞാൻ ചെയ്തത്. രാഷ്ട്രീയ പാർട്ടിയല്ല ഞാൻ ഉണ്ടാക്കിയത്, രാഷ്ട്രീയ ശക്തിയാക്കി. ആ രാഷ്ട്രീയ ശക്തിയാണല്ലോ ഇന്ന്. അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഞങ്ങൾ വിളിച്ചു കൂട്ടുന്ന ഓരോ കോൺഫറൻസുകളിൽ നിന്ന് വരിക, ആയിരക്കണക്കിന് ആളുകൾ വരികയല്ലേ. ആ ആയിരക്കണക്കിന് ആളുകൾ വരുന്നത് രാഷ്ട്രീയ ശക്തിയാക്കാൻ എനിക്ക് സാധിച്ചുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ? അവരെ ഒരു പൊളിറ്റിക്കൽ ശക്തിയാക്കണം സാറിന് തോന്നിയിട്ടേ ഇല്ല. പൊളിറ്റിക്കൽ ശക്തിയാക്കാൻ തോന്നിയിട്ടില്ല. കാരണം ഈ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം തന്നെ എല്ലാ പാർട്ടിയിലും പെട്ടവരാണ്. പൊളിറ്റിക്കൽ ശക്തിയാക്കാനുള്ള ഒരു കർമ്മങ്ങളിലേക്ക് ഞാൻ പെട്ടെന്ന് എടുത്ത് ചാടിയാൽ ഇതിനകത്ത് ഒരുപാട് വിള്ളലും പൊട്ടലും ചീറ്റലും ഉണ്ടാകും. അത് വിള്ളലും പൊട്ടലും ചീറ്റലും പൊട്ടാനും ഇതിനെ തല്ലി തകർക്കാനും വേണ്ടി രാഷ്ട്രീയക്കാർ പുറത്ത് നോക്കി നിൽക്കുകയാണ്. അതിനവസരം കൊടുക്കാതെ മുമ്പോട്ട് പോകേണ്ടതും കൊണ്ടു നടക്കേണ്ടതും നേതൃപരമായ മുമ്പിൽ നിൽക്കുന്ന എന്നെക്കൂട്ടുള്ളവർക്ക് ചുമതലയാണ് തകരാറ് പോകേണ്ടത്. ഓക്കെ. പക്ഷെ സാറേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന എസൻസ് സ്ഥാപനങ്ങളെ പറ്റിയുണ്ട്. കോഴ വാങ്ങിക്കുന്നു, ഈ കോഴ വാങ്ങിച്ചിട്ട് തന്നെ ഇതിനൊന്നും ഒരു രേഖയില്ലാതെയാണ് ഈ സ്ഥാപനങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നതെന്നും ആരോപണമുണ്ട്. ഇതിനെപ്പറ്റി ഇതിലെ വാസ്തവം എന്താ സാറേ? വാസ്തവം രേഖയുണ്ടോ? നിങ്ങൾ ഒന്ന് വരിക, ട്രസ്റ്റ് ഓഫീസ് വരിക, അല്ലെങ്കിൽ SNDP യോഗ ഓഫീസ് കൊണ്ട് വരിക. അവിടെ രേഖകളുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ഇത് ചില ദുഷ്ടൈക ദൃക്കുകളുണ്ട്, അവർ മാറി നിന്നിട്ട് ഇതെല്ലാം പറയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ക്രിസ്ത്യൻ സമുദായം നടത്തുന്നുണ്ടല്ലോ, അവരെ പറ്റി ഇത് ആരെങ്കിലും ആരോപണം പറയാറുണ്ടോ? മുസ്ലിങ്ങൾ നടത്തുന്നുണ്ടല്ലോ, ഈ ആരോപണം പറയാറുണ്ടോ? NSS നടത്തുന്നുണ്ടല്ലോ, ഇവരെ പറ്റി ഒന്നും പറയാറുണ്ടോ? എന്താ ഞങ്ങളെ പാത്രം പറ്റി പറയണത്? ഇതിങ്ങനെ അധികാരം നഷ്ടപ്പെട്ടവരും അധികാരത്തിൽ ഇരുന്നിട്ട് ഇനി കിട്ടാൻ മാർഗമില്ലാതെ കൈകാലോട്ട് അടിച്ചു നടക്കുന്ന കുറെ വഴിപ്രേതങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർ ആരോപണങ്ങൾക്ക് വേണ്ടി ആരോപണം പറയാണ്. കണക്കുണ്ടോ കാര്യമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ വരി. ഞാൻ ഇവിടെ ഈ കാണുന്ന കെട്ടിടങ്ങളും വികസനങ്ങളും എവിടെ നിന്നുണ്ടായതാണ്? എവിടുന്ന് പണം വന്നു?
ഈ പണം ആളുകൾ തന്നത് തന്നെയാണ്. അതല്ലാതെ ഈ ബിൽഡിംഗ് എല്ലാം ഉണ്ടായിരുന്നു. ഓരോ കൊല്ലം നിങ്ങൾ നോക്കൂ, ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആസ്തി ഇപ്പം 30 കൊല്ലം കഴിഞ്ഞപ്പോൾ എത്രയോ ആയിരം കോടിയുടെ ആസ്തി ഇവിടെ കൂടി. ഈ കൂടിയത് എങ്ങനെ ഉണ്ടായി? ഞാനെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. അപ്പോൾ ചാനലുകാരും മറ്റു പലരും എൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരാണ്. അവരിങ്ങനെ എതിരാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ പല ചാനലുകാർക്കും ഭയങ്കര താല്പര്യമാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ പറയുന്നതിൻ്റെ പുറകെ പോകാറില്ല. ഞാൻ എൻ്റെ കർമ്മങ്ങൾ തൻ്റെ ഇടത്തോടുകൂടി ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഇവർ പറഞ്ഞിട്ട് വല്ലവിടെ ഏറ്റിട്ടുണ്ടാകും. എത്ര കേസ് കൊടുത്തു, വല്ല കേസും കൂടെ ഏറ്റാവും. ജനങ്ങളുടെ മുമ്പിൽ ഇവർ വന്നിട്ട് ഒരാൾ പോലും എണീറ്റ് ഇവർക്കാർക്കും വേണ്ടി പറയാൻ ഒരാൾ ഈ സമൂഹത്തിൽ സമുദായത്തിലുണ്ടോ? നിങ്ങളത് മനസ്സിലാക്കുക. സാറിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നോക്കുമ്പം ആദ്യം സാറ് കുറച്ച് ക്രിട്ടിക്കലായിരുന്നു നായന്മാരെ പറ്റി, പിന്നീട് ക്രിസ്ത്യാനികളെ പറ്റി ക്രിട്ടിക്കലായിരുന്നു. ഇപ്പം യു വെരി ക്രിട്ടിക്കൽ അബൌട്ട് മുസ്ലിംസ്. അപ്പം സാറ് ഇതിനെ വളരെ കുറേ നാളുകളായി 2-3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ കണ്ടു. എന്തുകൊണ്ടാണ് സാറിന് തോന്നുന്നത് അവരുടെ ഒരു വഴി ശരിയല്ല? എന്തുകൊണ്ടാണ് സാറിന് അവരെ ഇങ്ങനെ പരസ്യമായി വിമർശിക്കാൻ തോന്നുന്നത്? കാര്യമുണ്ട്. ഈ പറയുന്ന ആദ്യം ക്രിസ്ത്യാനിയെ പറ്റി പറയാം. ക്രിസ്ത്യാനികൾ രാജവാഴ്ചക്കാലത്തോട്ട് വിദ്യാഭ്യാസ രംഗത്തൂടെ പ്രവർത്തിക്കാൻ വന്നവരാണ്. നല്ലതന്നെ. അന്ന് പോലും ഒന്നുമില്ലാത്തവരല്ലേ ഞങ്ങൾ. ജനാധിപത്യം വന്നപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പരിഗണന വന്നില്ല? പി ജെ ജോസഫ് വന്നേരുന്നില്ലേ? പി ജെ ജോസഫ് കൊണ്ടിരുന്ന കാലത്തല്ലേ ഇവിടെ പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തത്. അന്ന് കണ്ണന്താനമല്ല ഞാൻ എഡ്യൂക്കേഷൻ അദ്ദേഹം തന്നെ എന്താ പറഞ്ഞത്? ഇവിടെ ഞാൻ 34 ക്രിസ്ത്യാനിക്ക് കോളേജിൽ വെച്ച് കൊടുത്തിട്ട് ഒറ്റ ക്രിസ്ത്യാനി പോലും എന്നോട് നന്ദി കാണിച്ചില്ലെന്ന് പറഞ്ഞ ആളല്ലേ? പറഞ്ഞില്ലേ? അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായില്ലേ, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മന്ത്രിയായിരുന്നുകൊണ്ട് ആർക്കാണ് ഇവർ കൊടുത്തത്? ഇല്ലാത്തവർക്ക് തരണ്ടേ? ഞങ്ങൾക്ക് പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തു ഞങ്ങളെ തകർത്ത് കളഞ്ഞില്ലേ? കോളേജുകളെല്ലാം തകർത്ത് കളഞ്ഞു. ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന 10,500 സീറ്റും പോയി. അതിന് പിന്നെ 150 തന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈഴവ സമുദായം എവിടെ എത്തും? അപ്പം ക്രിസ്ത്യാനി എന്നുള്ളതല്ല, കേരള കോൺഗ്രസിൽ പി ജെ ജോസഫ് ഇരുന്ന് ആ കസേരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൊടുത്ത മുഴുവൻ ആർക്കാണ്? ക്രിസ്ത്യാനിയൊക്കെ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് കാശുണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്. ഇത് പറയുമ്പോൾ ക്രിസ്ത്യാനിയെ സമൂഹത്തെ എതിർത്തൊന്നും എൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ക്രിസ്ത്യാനി എതിർത്ത് എന്ന് പറയുന്നത് ആ കസേരയിൽ നിന്നുകൊണ്ട് നീതി നിർത്താക്കേണ്ട ആ മന്ത്രി ചെയ്ത ഒരു ഭാഗത്ത് മാത്രം കൊടുത്തു. ആ ഒരു ഭാഗത്ത് മാത്രം കൊടുത്തപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലം അന്ന് കിട്ടിയല്ല. ഞങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടി? കോളേജ് എത്ര കൊല്ലം കഴിയുന്നു. ഉമ്മൻചാണ്ടി ഇറങ്ങാൻ നേരത്ത് ഒരു കോളേജ് പോയി 20 തന്നു. ഇത് തന്നെ തന്നത്. ഈ 10-60 കൊല്ലത്തിനുള്ളിൽ ബാക്കിയുള്ളവർ എന്തുമാത്രം കൊണ്ടുപോയി? സ്കൂളുകൾ എന്തുമാത്രം കൊണ്ടുപോയി? +2 എന്തുമാത്രം കൊണ്ടുപോയി? പി ജെ ജോസഫ് ഇരുന്നുകൊണ്ട് സ്വന്തം സമുദായത്തിൽ എത്ര ബാച്ചസാണ് എഴുതിച്ചു കൊടുത്തത്? അപ്പോൾ ഞങ്ങൾക്ക് എന്ത് തരും? ഞങ്ങൾ കിടന്ന് കരഞ്ഞ് നിവേദനമായിട്ട് ചെന്ന് കഴിയുമ്പോൾ 3 ബാച്ച് തരും. അത് ആർക്കും വേണ്ടാത്ത ഹ്യൂമാനിറ്റീസ് തന്നെ അടിച്ച് തലയിൽ തരും, ആർക്കും വേണ്ടാത്തത്. അതും തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് 5 കോഴ്സ്, ഞങ്ങൾക്ക് 3 കോഴ്സ്. അതിൻ്റെ അർത്ഥം എവിടെ എത്തി? വിവേചനം. അതുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിന് പണ്ടെല്ലാം അവർ ചെയ്തതിനെ പറ്റി നമുക്ക് അവർ അഭിനന്ദിക്കുന്നു. പക്ഷേ വർത്തമാനകാലത്ത് ജനാധിപത്യം വന്നപ്പോൾ സാമൂഹ്യ നീതി നടപ്പാക്കണ്ടേ? ഇത് തന്നെയല്ലേ ലീഡിങ് ചെയ്തത്? അവരും ഭരണത്തിൽ വന്നില്ലേ? ഭരണത്തിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ച് ബായി പറഞ്ഞു നടന്നാണ്. പിന്നോക്ക സമുദായം, സംവരണ സമുദായം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടിയും എല്ലാവരും കൂടെ ഞങ്ങൾ കെട്ടിയും പിടിച്ചു തന്ന് UDF നമുക്ക് ഇറക്കണം, LDF നമുക്ക് ഇറക്കണം, UDF വരണം, അപ്പം നിങ്ങൾക്ക് എല്ലാം കൂടെ വാരി തരാം എന്ന് പറഞ്ഞ് ഗൗരിയമ്മ ഉൾപ്പെടെ ഞങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് നടന്നു. LDF പോയി UDF ഭരണത്തിൽ വന്നു. എന്ത് തന്നു? എത്ര ഡൽഹി മാർച്ച്, ഹൈക്കോടതി മാർച്ച്, PSC ഓഫീസ് മാർച്ച്, ഇതിനെല്ലാം എത്ര ലക്ഷക്കണക്കിന് രൂപയല്ലേ ഞാൻ മുടക്കി എന്നെ കൊണ്ട്. ആ മുടക്കിച്ചിട്ട് അവസാനം
അവർ മന്ത്രിയായി. മന്ത്രിയായി അവരെടുത്ത വകുപ്പും തന്നെ ഏതാണ്? എഡ്യൂക്കേഷൻ തന്നെ എടുത്തത്. ഒരു കുട്ടിപ്പള്ളികള കെഞ്ചിയാൻ നടന്നല്ല, ഞങ്ങൾ ബായി ബായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നടന്നതല്ലേ മലപ്പുറത്ത്. ഞങ്ങളുടെ ആളുകൾക്കൊന്ന് പഠിക്കണ്ടേ? അതൊന്നും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ജാതി പറഞ്ഞു എന്നാണ് അർത്ഥം. നീതിയല്ലേ പറഞ്ഞ ഞാൻ. അത് പറയുമ്പോൾ ക്രിസ്ത്യാനി നേതൃത്വമോ മുസ്ലിം നേതൃത്വമൊന്നും അല്ല, ലീഗ് കാണിച്ച വിവേചനം. അവർക്ക് ആ ജില്ലയിൽ മാത്രം ഉണ്ട് 17 ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഞങ്ങൾക്ക് മൊത്തം കേരളത്തിലുള്ളത് 17 ഉള്ളൂ. അത് ശങ്കർ സാർ തന്നുള്ളൂ. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമില്ല. ഈ രാജ്യത്തിന് വരുമാനത്തിന് ഏതാണ്ട് 3000-ഓളം കോടി രൂപ വിദ്യാഭ്യാസത്തിന് മുടക്കുമ്പോൾ ഞങ്ങൾക്ക് നാമം മാത്രമാണ് 470 സ്കൂളാണ് ഉള്ളത്. ബാക്കി സമുദായങ്ങൾക്ക് എത്രയാണ്? 100 കണക്കിനാണ്. ഈ ശമ്പളം ആരാ കൊടുക്കുന്നത്? ട്രഷറിൽ നിന്നാണ്. ആ ഇൻബാലൻസ് ഇരിക്കുന്നു. അതുകൊണ്ടുള്ള സാമ്പത്തികമായ വളർച്ച ഇല്ലായ്മ വരുന്നു. അപ്പോൾ ക്രിസ്ത്യാനി നേതൃത്വമൊന്നും മുസ്ലിം നേതൃത്വമൊന്നും അല്ല പറയേണ്ടത്. ഇവർ ജാതിയുടെ പേരിൽ ഉണ്ടാക്കിയ സംഘടനകൾ ജാതിപരമായി മന്ത്രിയായിട്ട് കയറിയിട്ട് ആ സമുദായത്തിന് വേണ്ടിയിട്ട് മാത്രം വാരി വാരി കൊടുക്കുകയും ബാക്കിയുള്ളവർക്ക് കൂടെ കൊടുക്കണ്ടേ? വറ്റെങ്കിലും കൊടുക്കണ്ടേ? അത് കൊടുക്കാതെ നോക്കി നിൽക്കാൻ പറയുക ഇരിക്കണം. പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ പരസ്യമായി പറഞ്ഞില്ലേ, ഞാനൊരു 34 എണ്ണത്തിന് കൊടുത്ത് നന്ദിയില്ലാത്തവരാണ് കൃത്യമായെന്ന് പറഞ്ഞാൽ ഞാനല്ല പറഞ്ഞത്. സാറ് ഈ ഒരു വളരെ വിവേചനവും വളരെ വേർതിരിവും അനുഭവിച്ച ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ, ഇന്ത്യയുടെ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ, കേരളത്തിൽ അത് ഇച്ചിരി വ്യത്യാസമുണ്ട് ഓഫ് കോഴ്സ്. വളരെയേറെ ഒരു ഏലിനേഷൻ എന്ന് പറയുന്ന ഒരു അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. പ്രത്യേകിച്ച് BJPയുടെ അധികാരത്തിൽ വന്നതിന് ശേഷം പലയേറെ സംഭവങ്ങൾ സാറ് തന്നെ വായിക്കുന്നു കാണുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി സാറിന് എന്താ തോന്നുന്നത്? ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ഏലിനേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയപരമായിട്ട് അല്ലെ ഏലിനേറ്റഡ് ആകപ്പെടുന്നതിനെ പറ്റി. മുസ്ലിം ലീഗിന് കേരളത്തിൽ എന്താ കുഴപ്പം? കേരളത്തിലെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, ജനറലി കേരളത്തിൽ ഓഫ് കോഴ്സ് ആകെയുള്ള ഒരു അവരുടെ ആധിപത്യമല്ലേ നടക്കുന്നത്. കേരളത്തിൽ അവരുടെ ആധിപത്യമല്ലേ ഇന്നലെ ഇന്നും നടക്കുന്ന അവരുടെ ആധിപത്യമല്ലേ. ഉമ്മൻചാണ്ടി മന്ത്രിയായിരുന്ന കാലത്ത് ആ പാവം ഉമ്മൻചാണ്ടി, പാവം ശുദ്ധൻ, അദ്ദേഹം ഇരിക്കുമ്പോൾ വകുപ്പ് അവിടെ പണക്കാട്ട് പ്രഖ്യാപിച്ചില്ലേ, മന്ത്രിൻ്റെ ആള്, വകുപ്പിൻ്റെ ആള്. ഇന്ത്യൻ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതിനെന്താ മറുപടി പറയാത്തത്? അപ്പം ജനാധിപത്യമാണ് അവർ നടപ്പാക്കണത്, മതാധിപത്യമാണ് പറയുമ്പോൾ എല്ലാം പറയണ്ടേ? അവർക്ക് ഇഷ്ടമുള്ള വകുപ്പ് PWD ഞങ്ങൾ എടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ഞങ്ങൾ എടുത്തിരിക്കുന്നു, വ്യവസായം ഞങ്ങൾ എടുത്തിരിക്കുന്നു. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ വരുമാനം ചെലവാനം 90% ഉള്ളത് എല്ലാവരും എടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചെവിടെയാണ്? പണക്കാരനാണ് പ്രഖ്യാപിച്ചത്. ഈ സ്വഭാവം മുസ്ലിം സമുദായത്തിൽ നിന്ന് മാറണ്ടേ? അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നിൽക്കല്ലേ? അവർക്ക് തന്നെ കൊണ്ട് തൻ്റെ അയൽക്കാരൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് കിടന്നിട്ട് ഉറങ്ങാവൂന്ന് പറഞ്ഞ ആ നബിതിരുമേനിയുടെ സംസ്കാരവും സ്വഭാവം ഇവർ കാണിക്കുന്നുണ്ടോ? എന്നെ തന്നെ എന്തിനാണ് ഇത്ര വിമർശിക്കുന്നത്? ഞാൻ സത്യം പറഞ്ഞപ്പോൾ എൻ്റെ കോലം കത്തിച്ച്, എൻ്റെ കോലം കത്തിക്കാൻ എന്നെ കത്തിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മാറുമോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റാണെന്നൊരു പറയട്ടെ. എൻ്റെ സമുദായത്തിൽ മലപ്പുറത്ത് ഒന്നുമില്ലെന്ന് പറഞ്ഞ എൻ്റെ കരച്ചിൽ, എൻ്റെ ദുഃഖം എന്താണ് അവർ കേൾക്കാത്തത്? തരാത്തത് എന്തായിരുന്നു? അപ്പോൾ അവർക്ക് ഒരു പ്രത്യേകതയുള്ളത്, അവരൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിന് എറുക്കുന്ന ശക്തിയിൽ അവർ ഒന്നിച്ചെറുക്കും. മൂന്നാമത്തെ എറുപ്പാണ് ഇന്ന്. 3 പ്രാവശ്യം തന്നെ ആയി കടന്നാക്രമണം. അപ്പോൾ കടന്നാക്രമിച്ചവരെല്ലാം അവരുടെ ചെറുതും വലുതുമായ എല്ലാ സംഘടനകളും ഒന്നാകെ എറുക്കുമ്പോൾ നമ്മൾ തോറ്റ് ഭയന്ന് നമ്മൾ ഓടും എന്ന ഒരു അടവ് നയമാണ് അവർക്ക്. പക്ഷെ ഈ അടവ് നയൊന്നും ഞാൻ മരണം കണ്ടതാണ്. ഞാൻ ഒന്ന് ചത്തതാണ്, കൊന്നതാണ് എന്നെ. എന്നിട്ടും ദൈവം എന്നെ പിന്നെയും ഉയർന്നെഴുന്നേൽപ്പിച്ചു. 3 മാസം PA തോമസിൻ്റെ പ്ലാസ്റ്റിക് സർജറി കൊണ്ടാണ് ഇപ്പം എനിക്ക് PA തോമസ് ഈയിടെയാണ് മരിച്ചത്. അപ്പോൾ ദൈവം വിചാരിക്കണമെന്നേ നടക്കുന്നു. ധർമ്മം വേണം. അവർക്ക് എന്ത് ധർമ്മമാണുള്ളത്? ഇപ്പം തന്നെ അവരുടെ യൂത്ത് മൂവ്മെൻറ്റുകാരൻ അവൻ 5 ലക്ഷം രൂപ മാസം മേടിക്കാൻ പൈസ എവിടെ നിന്നാണ്? അവൻ
ദുബായിൽ ഒരു കമ്പനിയിലെ ശമ്പളക്കാരന് അവനിവിടെ നിൽക്കുന്നത് ദുബായിൽ കമ്പനി ജോലി എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കള്ളപ്പണം. യൂത്ത് മറ്റേ MSFന്റെയോ? മുസ്ലിം ലീഗിന്റെ യൂത്തിന്റെ നേതാവ്, യൂത്ത് ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാവ്. അപ്പൊ മൂത്തവന്റെ കാര്യം പറഞ്ഞിട്ട് വേറെ കാര്യമുണ്ടോ? യൂത്ത് ഇതാണെങ്കിൽ മൂത്തത് എന്തായിരിക്കും സ്ഥിതി? ഇവർ കരുണ കാണിക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയുണ്ടെന്ന് ആ ശരിയുടെ ഭാഗം ഒന്ന് ചോദിക്കണ്ടേ? അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ സങ്കടം, എൻ്റെ സമുദായത്തിന് സങ്കടം ഒന്നിച്ച് കിടന്ന ആളെന്ന നിലയിൽ എന്നൊന്ന് വിളിച്ചു ചോദിക്കണ്ടേ? ഇല്ലാതെ എന്നെ കത്തിച്ചുകൊണ്ട് പ്രശ്നം തീരുമോ? അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്താ കുഴപ്പം? മുസ്ലിം ലീഗിൽ കേരള കോൺഗ്രസ് എന്താ മിസ്റ്റർ ഇവിടെ? കേരളത്തിലെ അല്ല, ഞാൻ ജനറലി ദേശീയ തലത്തിൽ മുസ്ലിംകാർക്ക് എന്താ കുഴപ്പം ഇവിടെ? ദേശീയ തലത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പം ഇവിടെ ഇല്ല. സാറ് 30 വർഷം ഈ സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തിരുന്നു. സാറ് പറഞ്ഞതുപോലെ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനും ചെയ്തിട്ടുണ്ട്. ഈ സാറിന് ശേഷം ഇനി ഇതിനകത്ത് തുഷാറായിരിക്കുമോ ഈ SNDP യോഗം? ഒന്നും പറയാനൊക്കത്തില്ല. ഞങ്ങൾ ഇപ്പോഴും ആവശ്യമില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞങ്ങൾക്ക് വീടില്ലാത്തവരാരാണ് ഈ രാജ്യത്ത്? ഈഴവ സമുദായം. തൊഴിലുറപ്പിന് പോകുന്ന ആരാണ്? മുഴുവൻ ഈഴവരാ. അപ്പോൾ ഈ തൊഴിലുറപ്പിലുള്ള ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. എന്തേ ഞങ്ങൾ ഈ തൊഴിലുറപ്പിലേക്ക് മാത്രം വീണുപോയി? വീടില്ലാത്തവരായി മാത്രം ഞങ്ങളും പോയി. ഇവിടെ വലിയ സ്വാതന്ത്ര്യം കിട്ടി, സമത്വസുന്ദരമാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ കേരളത്തിൽ ഈഴവരും പിന്നോക്ക വിഭാഗങ്ങൾ ഇന്നും പിന്നോക്കത്തിൽ നിന്ന് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറണ്ടേ? ഇത് സത്യമായി വിളിച്ചു പറഞ്ഞാൽ ഇവിടെ അവൻ ജാതി പറയുന്നവനാണ്, ഗുരുധർമ്മത്തിനെതിരാണ്, ഗുരു ജാതി പറയരുതെന്ന് പറഞ്ഞു, ഇവൻ ജാതി പറഞ്ഞിട്ട് നടക്കിയത് എന്ന് പറഞ്ഞ് ഗുരുവിനെ മുമ്പ് നിർത്തിക്കൊണ്ട് എന്നെ നാവടപ്പിക്കാനാണ് നോക്കുന്നത്. അങ്ങനെയൊന്നും നാവടയ്ക്കുന്നവനാണ്. അല്ല, സാറിന്റെ അടുത്ത ആളായിരിക്കും ആരായിരിക്കും? അത് ജനം തീരുമാനിക്കും. ഓക്കെ. സാർ വലിയ ജ്യോതിഷ വിശ്വാസിയാണല്ലേ? സാറിനെ പോലെ ഈ SNDPയുടെ നേരത്തെയുള്ള നേതാക്കന്മാരാരും ഇങ്ങനെ ചാന്തുപൊട്ടോ അല്ലെങ്കിൽ ഈ കയ്യിൽ ചരടൊന്നും ഇല്ലായിരുന്നു. സാറിന് ജ്യോതിഷത്തിൽ നല്ല വിശ്വാസമാണ്? ജ്യോതിഷത്തിൽ എൻ്റെ ജാതകത്തിലേക്ക് വിശ്വാസമാണ്. ഓക്കെ. അത് എൻ്റെ ജാതകത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എഴുതിയ പോലെ ചാന്തുപൊട്ടല്ല, ഇത് ഭാഗവതിയുടെ പ്രസ്താവന. ചാന്തുപൊട്ടം എന്നൊക്കെ പറഞ്ഞത് പെണ്ണുങ്ങൾ പെടുന്നു. ഈ ചാന്തുപൊട്ടല്ല, ഒരു ചാന്തുപൊട്ടൊന്നും അല്ല. ഇത് ഞങ്ങളുടെ ദേവിയാണ്. ഞാൻ 62 കൊല്ലമായിട്ട് ഉപാസിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുന്ന ദേവീക്ഷേത്രമാണ് പടിഞ്ഞാറ് വശം കാണുന്നത്. അത് മതേതര ദേവീക്ഷേത്രമാണ്. അവിടെ 8 കൊല്ലം ഒരു ക്രിസ്ത്യാനിയാണ് മരിച്ചത്. ആ ഒരു ക്രിസ്ത്യാനിയാണ് ഞങ്ങൾക്ക് അത് തന്നത്. ഇവിടെ ഞങ്ങൾക്ക് അന്നൊന്നും ക്ഷേത്രങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നല്ലോ. അന്ന് ഈ നാട്ടിലെ ചാരങ്കാട്ട് അച്ചോ ജോൺ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനി, അദ്ദേഹത്തിന് ചാരങ്കാട്ട് അച്ചോ ജോൺ, അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചെല്ലെടുപ്പുകാരൻ ജോലിക്കാരനായിട്ടും നടന്ന ആളുകാരും ഞങ്ങൾ പലരും, ഞങ്ങളുടെ പൂർവികർ പലരും അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്പലം ഇങ്ങനെ കടപ്പുണ്ട് നശിച്ച് അതൊന്ന് മുതലാളി ഞങ്ങൾക്കൊന്ന് മേടിച്ചു തന്നത്. അദ്ദേഹമാണിത് മേടിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. അതന്നപ്പോൾ ജനങ്ങൾ അന്ന് ഇതുപോലെ വർഗീയതയൊന്നുമില്ല. യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ 6 പ്രസിഡന്റ് ആകുന്ന പറഞ്ഞ് ചാരങ്കാട്ട് അച്ഛൻ തന്നെയാണെന്ന്. ഇത് ഏത് വർഷമായിരുന്നു സാറേ? ഒരു 90 കൊല്ലം നിൽക്കും. എത്രയോ കൊല്ലം എൻ്റെ അമ്മ കണ്ടിട്ടുള്ളതാ, അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോയും മിനിറ്റ്സും ഇപ്പോഴും അമ്പലത്തിലുണ്ട്. അല്ലാതെ കള്ളത്തരം പറയല്ല, ഫോട്ടോ ഉണ്ട്. അദ്ദേഹം 8 കൊല്ലം ഭരിച്ച് ഒരു ദേവിക്കും കോപം വന്നിട്ടില്ല. അതുകൊണ്ടല്ല ആർക്കും അമ്പലത്തിൽ കയറാം. വിശ്വാസമുണ്ടോ ആർക്കും കയറാം. അതാണ് അമ്പലം. ആചാരങ്ങളോട് നടപ്പാക്കും. അനാചാരങ്ങളെല്ലാം ഞാൻ ഇല്ലാതാക്കി. പശു വെട്ട്, കോഴി വെട്ട്, വെടിക്കെട്ട്, കടമണൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കള്ളുള്ളല് ഒക്കെ സ്റ്റോപ്പ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ ആ ദേവിയുടെ പ്രസാദം ഇത് കണ്ടെങ്കിലും ആരെങ്കിലും പ്രതിറി പറയാൻ പോണവൻ 10 പറഞ്ഞതിൽ 8 കുറച്ചു പോട്ടെ എന്ന് വിചാരിച്ചില്ല. സാറിന് ആദ്യമായിട്ട് എന്നാണ് ഇങ്ങനെ ഇവരെ സംഘടിപ്പിക്കണം, ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്ന് സാറിന് ചെറുപ്പത്തിൽ എപ്പോഴാണ് തോന്നിയത്? അന്നാണ്. അങ്ങനെയാണെങ്കിലേ നിങ്ങൾ അതൊക്കെ പറയാൻ ഒരുപാട് സമയം പോകും. എന്റെ ഭൂവാസം നിങ്ങൾക്ക് അറിയില്ല.
അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ ചെറുപ്പത്തില് അത് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, ഇപ്പൊ എനിക്ക് 89 വയസ്സ് ഓടുകയാണ്. എനിക്ക് 21 വയസ്സുള്ളപ്പോൾ പള്ളിക്കൂടത്തിലെ ജീവിതകാലം കഴിഞ്ഞ് അന്ന് KSU ആയിട്ട് നേതാവായിട്ട് നടന്ന് ആദ്യത്തെ KSUവിൻ്റെ ചെയർമാനാണ് ഞാനിവിടെ ഈ സ്കൂളിൽ. ഇത് ഏത് വർഷമായിരുന്നു? ചോദിച്ചാൽ ഞാൻ ആന്റണി SM കോളേജിൽ പഠിക്കുമായിരുന്നു. SM കോളേജിൽ കണിച്ചുള്ള സ്കൂളിൽ അയാൾ സൈക്കിളിൽ ഓടിച്ചിങ്ങനെ വരും. പിന്നെ ഓടിച്ചു പറയാം വയലാർ ST കോളേജിലാണ്. അയാൾക്ക് 4 ഞാൻ കൊടുക്കും. അത് അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി വരും. അങ്ങനെ ആന്റണി ഞാനും കൂടെ ഇവിടെ നടന്ന് മുഴുവൻ സ്കൂളിൽ ഇവിടെയുള്ള എല്ലാം KSU ഉണ്ടാക്കിയത്. ആദ്യത്തെ KSUവിൻ്റെ ചെയർമാനാണ് ഞാനിവിടെ. അങ്ങനെ ഒരണ സമരമൊക്കെ നടത്തി. അന്ന് ഒരണ സമരം നടന്നു. PK കുര്യാക്കോസിൻ്റെ അന്ന് കുര്യാക്കോസിൻ്റെയൊക്കെ തല്ലി സമരമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒരു സമരക്കാരനായിട്ടും പ്രശ്നക്കാരനായിട്ടും അന്ന് ഞാനിവിടെ നടന്നു. അന്ന് നടന്ന ശേഷമാണ് നാട്ടിൻപുറങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി. നാട്ടിൻപുറം ഇറങ്ങിയപ്പോൾ അന്ന് ഇവിടെ മുഴുവൻ അറിയാൽ പെരകളാണ്. ഒരു വീട്ടിൽ പോയി കയറാനൊക്കെ അല്ല, ചെറുതാണ്. ഈഴവ സമുദായം തൊട്ട് താഴോട്ടുള്ള എല്ലാവരും തന്നെ ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ വലിയ ഗുണമൊന്നുമില്ല വരാൻ. ഇവിടെ ഇടയ്ക്ക് കുറച്ച് ക്രിസ്ത്യാനി ഉണ്ട്, അവർക്കൊക്കെ വളരെ മോശമാണ്. ചെറിയ വീടുകളാണ്. ഞാൻ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയാണ്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ചിക്കുവാണ് ഇട്ട് വരുന്നത്. ബെഞ്ചില്ല, ഡെസ്കില്ല, കസരയില്ല. അവർ റിസ്ക്കും ഒരു കട്ടൻ കാപ്പിയും തരുവരിക്കുക. അതും കിടിച്ച് അവരോടൊപ്പം ഇരുന്ന് പ്രവർത്തിച്ച് ഈ പ്രദേശത്ത് ഞാൻ കുടുംബ യൂണിറ്റ് ഉണ്ടാക്കി. 65 കൊല്ലം. കുടുംബ യൂണിറ്റ് അല്ല, ശ്രീകൃഷ്ണ കുടുംബ യൂണിറ്റ്, ഗ്രാമസ്വരാജ് സമിതി എന്നൊക്കെ പറഞ്ഞ് 100-500 വീട്ടുകാരെ ചേർത്തുകൊണ്ടുണ്ടാക്കും. അന്ന് തേങ്ങയ്ക്ക് 115 രൂപയുള്ളൂ, സ്വർണത്തിന് 120 രൂപയുള്ളൂ. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ 140 സ്വർണത്തിന് അല്ല, അതിന് മുമ്പാണ്. അന്ന് 120 രൂപയുള്ളൂ. ഈ വീടുകളെല്ലാം കയറി ഇറങ്ങിയവിടെ ദുഃഖം മനസ്സിലായി. ഞാനൊരു തീരുമാനമെടുത്തു. നിങ്ങളെല്ലാം എനിക്ക് ഓരോ തെങ്ങ് കെട്ടിത്തരണം. അനുഭവത്തെങ്ങെന്ന് പറയും, ജന്മി വിട്ടുകൊടുത്ത തെങ്ങ്. അത് കെട്ടിക്കുന്നിട്ട് ആ തെങ്ങ് ഞാൻ കയറിയെടുക്കും. 500 വീട്ടുകാരെ ചേർത്ത് കൊണ്ടുപോകുമ്പോൾ 500 തെങ്ങെന്ന് കയറ്റുമ്പോൾ ആ തേങ്ങയെല്ലാം ഞാൻ ലേലം ചെയ്യും. ലേലം ചെയ്തിട്ട് ഇവർക്ക് തന്നെ പൈസ കൊടുക്കും, ലോണായിട്ട് കൊടുക്കും. ഓരോരുത്തർക്ക് 200 വേണം, 300 വേണം, 500. അന്നൊരു 750 രൂപ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടൊരു കല്യാണം നടക്കും. 1000 ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അങ്ങനെ ഈ നാട്ടിൽ ഏറ്റവും ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. താഴോട്ടിറങ്ങി കള്ളുകുഴിയും പെണ്ണുങ്ങളെ തല്ലുന്നതിനും അയാളുണ്ടെങ്കിൽ അയാളോട് പരാതി വന്നാൽ വടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അടി കൊടുക്കും. സാറടിക്കുമായിരുന്നോ? ഭാര്യമാര് പരാതി ഉണ്ടെന്ന് 2 പ്രാവശ്യം വാണി, 3ാമത്തെ പ്രാവശ്യം അടി. ഇവിടുത്തെ ആണുങ്ങൾ ജോലി അതാണ്, കള്ള ഒഴിച്ച് പായതല്ലേ. അങ്ങനെ ഇവിടെ ഒരു പൊതു പുറം ജയിലായിട്ടും ഇവിടുത്തെ കോടതിയായിട്ടും ഇവിടുത്തെ പൊതുകാര്യ പ്രശ്നത്തിനായിട്ടും ചെറുപ്പം തൊട്ട് ഞാൻ അങ്ങനെ വളർന്നു. ആളുകളെല്ലാം എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ 63 ഇവിടെ 1963 ഞാനിവിടെ പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ചു. 23 വയസ്സാമറ്റേ ഇവിടെ ഈ വാർഡ് 16 വോട്ടിന് ഞാൻ തോറ്റി. കാരണം എനിക്കെതിരായിരുന്ന ആള് വളരെ പ്രബലനും ഗുണ്ടയും ഒക്കെയാണ്. അന്നൊന്നും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്ന സുശീല ഗോപാലൻ, ഗൗരിയമ്മ, കാളിക്കുട്ടി ആച്ചാട്ടി, പിന്നെ നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ള ഈ വാർഡിൽ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്നത്. അപ്പൊ സാർ കോൺഗ്രസ് വിട്ട് വേറെയായി. വേറെ ആകാൻ കാരണമുണ്ട്. അമ്പലത്തിൽ കള്ളുപിടിച്ച് തുള്ളാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ കള്ളുപിടിച്ച് തുള്ളണം, കള്ളുപിടിക്കണമെന്ന് പറഞ്ഞാണ് കോൺഗ്രസ്സുകാർ എനിക്കെതിരായിട്ട് എൻ്റെ ഭാഗത്ത് ഉള്ള സപ്പോർട്ട് കൊടുത്തപ്പോൾ അവരെല്ലാം കമ്മ്യൂണിസ്റ്റാക്കി. അന്ന് ഉപയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ ഈ കള്ളുപിടിച്ചും അമ്പലത്തിൽ തുള്ളണതും പെണ്ണുങ്ങളത്തിൽ അതിനൊന്നും ഞാൻ ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെ വന്ന് അതിൽ ഞാൻ എനിക്ക് വോട്ട് ചെയ്യേണ്ട ആളുകളെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ കൂട്ടി വോട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ തോറ്റി. അടുത്ത 64 അമ്പലത്തിൽ നിന്ന് മത്സരിച്ച് പിന്നെ ഇറങ്ങിയിട്ടില്ല. ഇപ്പം 62 കൊല്ലമായി ഈ അമ്പലത്തിൻ്റെ പ്രസിഡന്റാണ്. 12,500 അംഗങ്ങളുണ്ട്. ഈഴവൻ്റെതല്ല ഈ അമ്പലം.
ഈ ഒരു പിന്നോക്ക സമുദായക്കാരുടേതാണ്. 12,500 വോട്ട് ഇപ്പോൾ നടന്നു. ഞാൻ മത്സരിച്ചു. 12,250, 10,250 എനിക്ക് കിട്ടി. എതിരാളികൾക്ക് 250 കിട്ടി. പഴയ 16 വോട്ടിന് പകരം തീർത്തല്ലേ? 16 വോട്ടിന്റെ പകരം തീർത്തല്ലേ? തീർത്തു. അങ്ങനെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം തോറ്റിട്ടുള്ളൂ. 1967 പഞ്ചായത്ത് നിന്നപ്പോൾ. പിന്നെ ഒന്നിനും ഞാൻ തോറ്റിട്ടില്ല. അമ്പലത്തിലെ സമ്പത്ത് ഭഗവതിക്ക് വിശപ്പില്ല, ഭക്തന് വിശപ്പുണ്ട്. ആ ഭഗവതി കിട്ടുന്ന സമ്പത്തെല്ലാം ഞാൻ ഇവിടുത്തെ പാവങ്ങൾക്ക് വിവിധ സ്കീമിലായിട്ട് കൊടുക്കും. കല്യാണം കഴിക്കാൻ കൊടുക്കും, മരണത്തിന് കൊടുക്കും, രോഗചികിത്സയ്ക്ക് കൊടുക്കും, വിദ്യാഭ്യാസത്തിന് കൊടുക്കും. മരിച്ചാൽ തന്നെ അതിൻ്റെ ചെലവിലേക്ക് കാശ് കൊടുക്കും. കല്യാണം അവിടെ വെച്ച് നടത്തിയ സദ്യ, വാടക ഇതെല്ലാം ഫ്രീ. അങ്ങനെ അമ്പലത്തിൽ സമ്പത്ത് തന്നെ നാട്ടുകാർക്ക് വിവിധ സ്കീമിലൂടെ അങ്ങോട്ട് കൊടുത്തു. ഇപ്പം തന്നെ ഇവിടെ വെള്ളപ്പൊക്കം വന്നില്ല, 1.5 കോടി രൂപ കൊടുത്തു. 2018 ഇവിടെ കുട്ടനാട്ടുകാരാ 1 കോടി രൂപ കൊടുത്തു. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഓരോ 5-8 ലക്ഷം രൂപ ഞങ്ങൾ അവർക്ക് ഗവൺമെൻറ്റിലേക്ക് സംഭാവന കൊടുക്കാറുണ്ട്. അങ്ങനെ ആരാധനാലയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ആശ്രയ കേന്ദ്രമാക്കി ഞാനങ്ങ് വളർത്തി. അതുകൊണ്ട് ഭക്തജനങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ആരോടും 5 പൈസ പിരിക്കുകയില്ല. ആളുകൾ അവിടെ കൊണ്ട് പണം തരും, അവിടുത്തെ ചെലവ് ചെയ്യും. 22 കോടിക്ക് ഇപ്പോൾ ഒരു പണി നടക്കുന്നുണ്ട്, പിരിക്കുകയില്ല. എല്ലാവരും അവിടെ കൊണ്ടുവരും. അങ്ങനെ അന്ന് തുടങ്ങിയാണ് ഞാൻ. അല്ല, ഞാൻ ചിക്കുവായിരുന്ന് പണി തുടങ്ങിയതാണ്. അല്ല, ഞാൻ ദന്തഗോപുരത്തിരുന്നല്ല പണി തുടങ്ങിയത്. അന്ന് എൻ്റെ വീട്ടിൽ കാറും ആനയൊക്കെ ഉണ്ട്. ഈ കളറിലുള്ള വാക്സോൾ ബേബിയൻ എന്ന് പറഞ്ഞ ഇമ്പോർട്ടർ കാറാണ് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നത്. ബേബിയൻ, വാക്സോൾ. പക്ഷെ അന്നും ഞാൻ ഈ പാവപ്പെട്ടവൻ്റെ ഇടയിലാണ് പ്രവർത്തിച്ചത്. അവരൊക്കെ ചെറുപ്പത്തിൽ എന്നെ എല്ലാം കൊണ്ട് നടക്കുന്ന ഈ പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ വേദന അറിയാം. ചെറുപ്പം തൊട്ട് അവരുമായിട്ട് ഒന്നിച്ച് നടന്നുകൊണ്ട് എനിക്ക് പാവപ്പെട്ടവരുമായിട്ട് പ്രവർത്തിക്കുന്ന മുമ്പ് ഇവൻ എങ്ങനെ പ്രവർത്തിക്കും പലരും പറഞ്ഞാലും, കണ്ടൻ മണ്ടൻ കൊടവേറൻ, മലയാളം പോലും പറയാൻ അറിയാൻ പാടില്ലാത്തവൻ, ഇവനെങ്ങനെ. എന്നെ അറിയാവുന്നവർക്കറിയാൻ കടിച്ചുളങ്ങല് തീ കുരുത്താണ് ഞാൻ. വേഗത്ത് പാടത്തില്ല. യുദ്ധം ചെയ്താണ് ഞാൻ അവിടെ നിന്നത്. വെറുതെ ജയിച്ചവനല്ല, മരണത്തെ മുമ്പിൽ കണ്ടതാണ്. എന്നിട്ട് നിന്ന നിലപാടിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. സാറ് ഭയങ്കര ഭക്ഷണപ്രിയനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ഇല്ല. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? പരിപ്പും പപ്പടവും. ഇപ്പം അത് എന്നും അതായിരുന്നോ? പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പൊ അമൃതാനന്ദ വഴി അവിടെ പോയി പറഞ്ഞു, ഇനി പപ്പടമൊക്കെ പരിപ്പൊക്കെ കുറയ്ക്കാൻ പറഞ്ഞേക്കാം. കുറച്ചോ? കുറച്ച്. പാട്ട് കേൾക്കുവോ? പാട്ട് കേൾക്കും. ബാക്കി സമയത്ത് എന്താ, ആൾക്കാരെ കാണുക അല്ലാതെ എന്താ ചെയ്യുന്നത് സാറേ? എനിക്കാ ഏറ്റവും ഇഷ്ടം ന്യൂസ് കാണുക. സിനിമയില്ല, നാടകമില്ല, ഒന്നുമില്ല. ന്യൂസ് ചാനൽസ് കാണുമോ? എല്ലാ ചാനലും എല്ലാം. ആരൊക്കെ എന്നെ തെരുവരെന്ന് അറിയണ്ടേ? എല്ലാം കൃത്യമായി നോക്കിയിരിക്കും. അത് രാവിലെ 6 മണിക്ക് നോക്കും. അത് കഴിഞ്ഞ ശേഷം പലയിടത്തും പോയിട്ട് വന്ന് രാത്രിക്കാണ് വന്നെങ്കിൽ 10 മണിക്കാണ് വന്നെങ്കിൽ രാത്രി 10 മണിക്ക് നോക്കും. അപ്പം തന്നെ കൊടുക്കണ്ടേ ഇവന്മാർക്ക് മറുപടി. എല്ലാ ചാനലും നോക്കിയൊക്കെ മനസ്സിലാക്കി. അപ്പം എനിക്ക് ദിവസവും സമ്മേളനം ഉണ്ടല്ലോ. ഇന്ന് മാത്രമേ ഇല്ലാതില്ലേ, നാളത്തെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അവിടെയെല്ലാം മറുപടി കൊടുക്കണ്ടേ? അത് ചാനൽ കാണും. സിനിമ ഇല്ല, നാടകമില്ല, ക്ലബില്ല, കള്ളുകൂടിയില്ല, സിഗരറ്റ് വിലയില്ല, ബീഡി വിലയില്ല. ഇങ്ങനെ അത്യാവശ്യം വേണ്ട ഗുണങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും എന്നുള്ള വിചാരവും ഇല്ല. അല്ല, സാർ BJPയോട് ഇത്ര അടുത്ത് പ്രവർത്തിക്കുമ്പോൾ പത്മഭൂഷൺ കിട്ടുമല്ലേ? എനിക്ക് വേണ്ട. ഇവിടെ പത്മഭൂഷൺ വല്ല വിലയുണ്ട? അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതിനൊക്കെ അന്തസ്സുണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചാൽ നിങ്ങൾ കേൾക്കും. പല അവാർഡുകൾക്കും അറിയുന്നുണ്ട്. നോന്ന് പറയും. ഈ സാറ് എല്ലാ TV ചാനലും കാണുമല്ലോ. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് സാറിന് എന്താ തോന്നുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പ് വരുവാണ്, ആരായിരിക്കും ജയിക്കുക? എവിടെ? കേരളത്തില് പിണറായി വരും. പിന്നെ വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായിയുടെ ഐശ്വര്യം ആരാണ്? സതീശനല്ലേ? ചിരിക്കണം. പിണറായിയുടെ ഐശ്വര്യം സതീശനാണ്. വേറൊന്നും വേണ്ട, പുള്ളി മാത്രം മതി. എനിക്ക് ഇത്രയും വയസ്സുണ്ട്. ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഭരണകർത്താക്കന്മാർ, ഒരുപാട് മുഖ്യമന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ജനിച്ചവരാണ് ഞാൻ. അന്നേ ഞാൻ കണ്ടിട്ടുള്ളവരാണ്.
ഇതിനുള്ള ഒരുപാട് കരുണാകരൻ സാർ ഉൾപ്പെടെ അവരെല്ലാം ഇവിടെ വന്നു, എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവരാണ്. പക്ഷേ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി ഇപ്പോഴേ മുഖ്യമന്ത്രി ഞാൻ റിഹേഴ്സലാണ്. എവിടെ എത്തി? ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള ആ കസേരയിരിക്കാനുള്ള യോഗ്യത പോലും നഷ്ടപ്പെട്ടില്ലേ? ആ മാവുങ്കൽ വലിയ മാങ്കൂട്ടം ഈ മുട്ടയിട്ട് നടക്കുന്ന മാങ്കൂട്ടം ഉണ്ടല്ലോ, ആ മാങ്കൂട്ടം വരികയിലെന്ന് വരരുന്ന് ഇതാക്കിയതല്ല, വന്നില്ലേ? അപ്പം എന്നാ പ്രതിപക്ഷ നേതാവാണ്? അപ്പോൾ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ആ നേതാവെന്ന് പറഞ്ഞാൽ നേതൃത്വം ഗുണം വേണ്ടേ? ആ നേതൃഗുണം വേണമെന്നുണ്ടെങ്കിൽ ആ നേതാവ് പറഞ്ഞ അനുയായി കേൾക്കണ്ടേ? മാങ്കൂട്ടം അയാൾ പറഞ്ഞ കേട്ടാ പിന്നെ എന്നാ പ്രതിപക്ഷ നേതാവാണ്? ഇങ്ങനെ ഇരുന്നുകൊണ്ട് മാപോയ കോടാലി കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വെറുപ്പ് എവിടെ നിന്നെല്ലാം വിലക്ക് കിട്ടുമോ അതെല്ലാം മേടിക്കുക. മാത്രമല്ല ഇങ്ങനെ MLA ആയിരിക്കുന്ന കാലത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായപ്പോഴാണ് പുള്ളിക്ക് സകല ഏതാണ്ട് ഇപ്പോഴേ മുഖ്യമന്ത്രിയായി എന്നുള്ളൊരു തോന്നലോടുകൂടി ആരോടും എന്തും പറയാം. മാത്രമല്ല കൂടെ നിൽക്കുന്നവരല്ലേ ആദ്യം വെട്ടിവിട്ടത് ആ സുധാകരൻ, KPCC പ്രസിഡന്റ്. അദ്ദേഹം എന്ത് പറഞ്ഞു? അതിനെതിരെ അപ്പം തന്നെ അടുത്ത ഇത് പറഞ്ഞു സുധാകരൻ ഒതുക്കി. ഇങ്ങനെ ആളെ ഒതുക്കി പിന്നിൽ എവിടെ എത്തി? നിങ്ങളൊന്ന് ആഴ്ച നോക്കി. കേരള രാഷ്ട്രീയത്തിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി സതീശൻ മാറി. പുള്ളി മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസിന് സതീശൻ അല്ലാതെ വേറെ ഏത് നേതാവായാൽ നല്ലൊരു ഒരു എന്താണ് ഒരു ഫോഴ്സ് ആയിട്ട് ഇലക്ഷന് മത്സരിക്കാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നത്? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ കോൺഗ്രസ് അല്ലേ? അല്ല, കേരളത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷേ ഒറ്റ ഒരു കുഴപ്പമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് ആരാ? ലീഗായിപ്പോയി. അതാണ് ഇവർക്ക് പറ്റിയ പരാജയം. ലീഗിന് അടിമയായിപ്പോയി. ഇവർക്ക് ലീഗ് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ഇവർ ഓരോരുത്തരും ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരായി മാറി. അവരിൽ തന്നെ ഒരാളെ എടുക്കണമെങ്കിൽ മലപ്പുറത്ത് നിന്ന് ചോദിച്ചാലേ എടുക്കാനൊക്കെ അവരുടെ പാർട്ടിയിൽ നിന്നുള്ള നിലയിലേക്ക് ആ പാർട്ടി അധപ്പതിച്ചില്ലേ? അവരുടെ ബേസ് ഏതാണ്? കേരള കോൺഗ്രസ്, ക്രിസ്ത്യാനികൾ കേരള കോൺഗ്രസ്. അതോടൊപ്പം തന്നെ BJP നാരായണ സാവണ്ണരി. കോൺഗ്രസിൻ്റെ ബേസ് ഏതാണ്? അവിടുന്ന് BJP സവർണ വിഭാഗങ്ങൾ BJP ഇല്ലേ? പിന്നെ ഈ കോൺഗ്രസിനുള്ള ബേസ് ഏതാണ്? ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും എല്ലാത്തിലുള്ള കുറേശ്ശെ പേരാണ്. ആദ്യ ആളുകൾ പോലും നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും? അപ്പം ലീഗ് എന്ന് പറയുന്ന ഇതിൻ്റെ പിന്മലയില്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് 0-ആണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. BJPയുടെ പറ്റി സാറിന് എന്ത് തോന്നുന്നു? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കൊള്ളാം. അദ്ദേഹം വന്നതിൽ പിന്നെ BJPയുടെ ഒരു മുഖവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനം പഴയതിനേക്കാൾ ഉഷാറായിട്ടുണ്ട്. പഴയതിനേക്കാൾ BJPക്ക് മെച്ചപ്പെട്ട ഒരു വോട്ടിംഗ് ഷെയർ ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം. സീറ്റെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. സീറ്റെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല. ഇനി സമയം കിടക്കുന്നു. വോട്ടിംഗ് ഷെയർ കൂടും എന്നുള്ള കാര്യം സംശയമില്ല. ഈ വോട്ടിംഗ് ഷെയർ കൂടുമ്പോൾ ആരാണ് ഇല്ലാതെ പോകുന്നത്? നിങ്ങളൊന്ന് സൗകര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ തകരുന്ന ആരാണ്? കോൺഗ്രസ്സാണ്. ഒരു 5% ഇടതുപക്ഷത്തിൻ്റെ പോകുമെങ്കിൽ 20% UDFിൻ്റെ വോട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ചന്ദ്രശേഖരൻ വന്നൊന്ന് കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും വോട്ട് എന്തുമാത്രം പിടിച്ചെടുത്തത്? ഒരുപക്ഷെ അങ്ങനെ ഒരു മാസത്തിന് മുമ്പ് ആ സീറ്റ് കൊടുത്തത് ആ സീറ്റ് അദ്ദേഹം ജയിച്ചത്. സാറിനെ പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ നേതാവാണല്ലോ മറ്റേ NSSന്റെ സുകുമാരൻ നായർ. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പറ്റി നിങ്ങൾ ഒരുമിച്ച് ഒരു ഇടയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തികളെ പറ്റി സാറിന് എന്താ തോന്നുന്നത്? അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ സുഖമില്ലാതിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കർമ്മം ആത്മാർത്ഥമായിട്ടും. നിങ്ങൾ ടച്ചിലാണോ? സാർ വിളിക്കാറൊക്കെ ഉണ്ടോ? ഇല്ല. പിന്നെ അസുഖമായിട്ടിരിക്കുമ്പോഴാണെന്ന് വിളിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അപ്പനാ പോക്ക് മാത്രമാണ്. പിന്നെ അസുഖം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊന്ന് സംസാരിച്ചു. ഇനി എന്താ ഉള്ളത്?
ഇനിയും നന്ദി സാർ, ഇത്ര സമയവും ചെലവഴിച്ചു, ഇത്ര നന്നായി ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി.